മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രയാസങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ എന്നിവ അവസാനിപ്പിക്കാൻ അതിലൊരു പരിഹാരത്തിനായി സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായ വലിയൊരു എഫേർട്ടായിരുന്നു ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ പ്രവണത അവസാനിപ്പിക്കാനുള്ള നടപടികൾ എങ്ങും എത്താതെ പോവുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ആ റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന മൊഴികളിൽ എടുത്ത 30-ൽ പുറത്ത് കേസുകളുണ്ടായിരുന്നു. അതിൽ പകുതിയിലേറെ ഇതിനകം തന്നെ പോലീസ് അവസാനിപ്പിച്ചു. ബാക്കിയുള്ള കേസുകൾ കൂടി അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പോലീസ് അറിയിക്കുകയാണ്. എന്ന് വെച്ചാൽ മൊഴി തന്നവരാരും സഹകരിക്കാതിരിക്കുകയോ അന്വേഷണവുമായി ഏതെങ്കിലും തരത്തിൽ മൊഴി തന്നവരൊക്കെ പിൻവലിക്കുകയോ ബാക്കിയുള്ള കേസുകളിൽ ഒരു തരത്തിലുള്ള സഹകരണവും മൊഴി തന്നവർ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്താണ് കേസുകൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ, ഈ നടപടിയെ, ഇപ്പോഴത്തെ കേസുകൾ പിൻവലിക്കാനുള്ള സാഹചര്യത്തെ കാണേണ്ടുന്ന വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ജിംസ്, ഇതിപ്പോൾ സർക്കാരിൻ്റെ നിസ്സഹായത കണ്ടാൽ മതിയോ അതോ അലംഭാവമാണോ? ഇതിൽ രണ്ടുമുണ്ട്, നിസ്സഹായതയും അലംഭാവവുമുണ്ട്. അലംഭാവം കൊണ്ടുണ്ടായ നിസ്സഹായതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലംഭാവം എന്താണ്? ഈ റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 കൊല്ലം ഇത് പൂഴ്ത്തി വെച്ചു. ഇത് പൂഴ്ത്തി വെച്ചതിന് കാരണമായി സർക്കാർ പറഞ്ഞത് എന്താണ്? അതിൽ സ്വകാര്യതയുണ്ട്, സെൻസിറ്റീവ് ഡാറ്റയുണ്ട്, അതുകൊണ്ട് അത് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കോടതി ചെവിക്ക് പിടിച്ചു, അത് കൊടുക്കണം, അന്വേഷണ സംഘത്തിന് കൈമാറണം, അത് അന്വേഷണ സംഘം അത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് സജി ചെറിയാൻ, ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നു, സിനിമാ മന്ത്രി പറയുന്നു ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറയുന്നു. അതേസമയം ഈ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് സർക്കാരിലെ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലൻ പറയുന്നു അത് ഞാൻ വായിച്ചു നോക്കിയായിരുന്നു എന്ന് പറയുന്നു. സർക്കാരിന് ഇതേക്കുറിച്ച് ഒരു വിവരമില്ല, അതിൻ്റെ ഉള്ളടക്കം അറിയില്ല എന്നുള്ള ആ കള്ളം പൊളിയാണ് അതിലൂടെ ചെയ്യുന്നത്. അത് മാത്രമാണ് അതിലെ പ്രശ്നം. ഈ റിപ്പോർട്ടിൽ കോഗ്നിറ്റീവ് ഒഫൻസസ് ഉണ്ട്. കോഗ്നിറ്റീവ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരിടുന്ന ലൈംഗിക അതിക്രമണം നടന്നു കഴിഞ്ഞാൽ അതിന് പരാതിയൊന്നും വേണ്ട, കേസെടുത്ത് അന്വേഷിക്കാൻ. അതുപോലെ പോക്സോ കേസുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞതാണ്. പോക്സോ കേസുമുണ്ട്, അതുപോലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമമുണ്ട്. അപ്പോൾ അത്രയും വിവരം, കോഗ്നിറ്റീവ് ഒഫൻസുള്ള വിവരം സർക്കാരിൻ്റെ മുമ്പിൽ കൈ കിട്ടിയിട്ട് അതിൽ കേസ് എടുത്തില്ല, ഞങ്ങളത് നോക്കിയില്ല എന്ന് 4.5 കൊല്ലം ഇത് പൂഴ്ത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നിയമവിരുദ്ധമാണ്. ഒന്നാമത് കാരണം പോക്സോ കേസ് സംബന്ധിച്ചൊരു വിവരം ഒരാൾക്കുണ്ടെങ്കിൽ അത് അയാൾ പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ് നാട്ടിലെ നിയമം. ഇപ്പോൾ നമ്മളാരെങ്കിലും ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ആ വിവരം എനിക്ക് അറിയാം, ഞാനത് മറച്ചു വെച്ച് പോലീസിന് മറച്ചു വെച്ചാൽ തന്നെ ഞാൻ കുറ്റക്കാരനാവും. അങ്ങനെ ഒരു കുറ്റം ചെയ്ത സർക്കാരാണത്. ഇതിനകത്തൊരു പോക്സോ ഒഫൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട്, കാരണം ഇത് വായിച്ചതാണെന്ന് AK ബാലൻ പറയുന്നുണ്ട്, എന്നറിഞ്ഞിട്ട് 4.5 കൊല്ലം ഇത് പൂഴ്ത്തി വെച്ചാൽ ഒരു പക്ഷേ കോടതി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ സർക്കാർ തന്നെ അത് വായിച്ച ആളുകളൊക്കെ അതിൽ പ്രതിയാവും. അതുകൊണ്ടാണ് സജി ചെറിയാൻ ഞാൻ അത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് അദ്ദേഹം വായിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് വീണ്ടും അന്വേഷണ സംഘത്തിന് കൊടുത്തു. ഈ അന്വേഷണ സംഘത്തിന് നോഡൽ ഓഫീസറെ നിശ്ചയിച്ചു ഹൈക്കോടതി. ഈ നോഡൽ ഓഫീസറുടെ അധികാരപരിധി നീട്ടി. അധികാരപരിധി എന്ന് വെച്ചാൽ പരാതി അദ്ദേഹത്തിന് നേരിട്ട് സ്വീകരിക്കാമെന്ന് മാത്രമല്ല, ഈ പരാതി കൊടുക്കുന്ന ഇരകൾക്ക്, പരാതി പറയുന്ന ഇരകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായാൽ അതിലിടപെടാൻ കൂടിയുള്ള അധികാരം ഈ നോഡൽ ഓഫീസർക്ക് കൊടുത്തു. എന്നിട്ടും ആദ്യം ചാർജ് ചെയ്ത് 26 കേസ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ഇതിലാർക്കും പരാതിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് സർക്കാർ തന്നെ വരുത്തി വെച്ച വിനയാണ്. കാരണം ഈ വിവരം, ഈ റിപ്പോർട്ട് കൈ കിട്ടുമ്പോൾ തന്നെ അതിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. സർക്കാർ അത് ചെയ്തില്ല. സ്വാഭാവികമായും 4.5 കൊല്ലം വൈകുമ്പോൾ അതിലുള്ള തെളിവ് നശിക്കും. 1. 2, ഇരകൾ വേറെ പലതരത്തിലും ഭീഷണിപ്പെടുത്തപ്പെടുകയോ അവർ ഈ പറയുന്ന ഈ വേട്ടക്കാർക്ക് വഴങ്ങുകയോ ചെയ്യും. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളാണ്, ഒരൊറ്റ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്. അതൊരു തൊഴിലിടത്ത് നടക്കുന്ന ലൈംഗിക ചൂഷണത്തിൽ 4.5 കൊല്ലം വൈകുക എന്ന് പറഞ്ഞാൽ ആ 4.5 കൊല്ലം ഈ ഇരകൾ അവരോടൊപ്പമാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോലും അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇരകൾ. അവർക്ക് പിന്നെയും ജീവിക്കണം. അവർക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും സാമൂഹിക സുരക്ഷയും നൽകാതെ ഒരു റിപ്പോർട്ട് കൈ കിട്ടി ഞങ്ങളിത് അന്വേഷിക്കാൻ പോകുകയാണെന്ന് പറയുന്നത് സർക്കാരിന് അതിലൊരു തരത്തിലുള്ള ആത്മാർത്ഥയില്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ എടുത്ത കേസുകളൊക്കെ പൂട്ടിക്കെട്ടുകയാണ്, ആരും മൊഴി തരുന്നില്ല എന്ന് പറയുന്നത്. നിലവിലുള്ള വാട്സപ്പ് ചാറ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകളോ വെച്ചിട്ട് മാത്രം ഈ കേസ് തെളിയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഈ ചൂഷണം ഘടനാപരമായൊരു മാറ്റം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ പാർവതി തിരുവത്തൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിരുന്നു, കേസൊക്കെ പിൻവലിക്കാൻ പോകണം എന്നൊരു കാര്യം ചെയ്യുന്ന 5 കൊല്ലം ആയല്ലോ, അതിൽ പറയുന്ന ശുപാർശകൾ നടപ്പാക്കൂ എന്ന്. ഈ ശുപാർശകൾ നടപ്പാക്കാനും പുതിയൊരു സിനിമാ നയം രൂപീകരിക്കാനുമുള്ള ചർച്ച തുടങ്ങിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ച്. ഇപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും കേൾക്കാറുണ്ടോ? ആ ചർച്ച ഇവിടെ വരികയായി. അതിലാരെയൊക്കെ ഉൾപ്പെടുത്തണം വേണ്ട, അതിൽ B ഉണ്ണികൃഷ്ണൻ വേണോ വേണ്ട തുടങ്ങിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചർച്ച എവിടെയാണ്? എപ്പോഴാണ് ഇനി സിനിമാ നയം രൂപീകരിക്കുക? ഇനി എത്ര മാസമുണ്ട് ഈ സർക്കാർ ഇനി നിലനിൽക്കാൻ? ഇനി കൂടിപ്പോയ എത്ര, 1 വർഷം പോലും ഇല്ല, 7-8 മാസം ബാക്കിയുള്ളപ്പോഴും ആ സിനിമാ നയം എവിടെയെന്ന് അറിയില്ല.
9 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണിത്. സിനിമയെക്കുറിച്ചും സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ എത്ര വാഗ്ധോരണികൾ കേട്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും CPM നേതാക്കളുടെ ഭാഗത്തുനിന്നും. എന്നിട്ട് എന്തുണ്ടായി? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊന്നും ഉണ്ടായില്ല. സിനിമാ നയം രൂപീകരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതായത് മലയാള സിനിമ, ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ ഒരു ഘടനാപരമായ മാറ്റം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, സേഫ് ശ്രദ്ധിക്കുക, ഹോളിവുഡ് സിനിമകളെയും ഇന്ത്യൻ സിനിമകളെയും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുക. അതിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ എടുത്തു നോക്കുക. മലയാളത്തിലും ഹിന്ദി സിനിമയിലും അല്ല, ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഹിറ്റാവുന്ന സിനിമകളാവട്ടെ, കമേഴ്ഷ്യൽ സിനിമകളാവട്ടെ, ആർട്ട് ഫിലിം പോലും ആകട്ടെ, സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നായകൻ്റെ ഭാര്യ, അമ്മ, കാമുകി, ഇങ്ങനെയുള്ളൊരു റോളിലാണ് അത് ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമയിൽ എന്ന് പറയാൻ കഴിയില്ല. സിനിമയ്ക്ക് ഈ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമെന്നാണല്ലോ പറയുന്നത്. സിനിമ കണ്ടിട്ട് ആൾക്കാർ കൊലപാതകം ചെയ്യുന്നു എന്നൊക്കെയാണ് അവിടെ വാദിക്കുന്നത്. എങ്കിൽ ഈ പറയുന്ന ഘടനാപരമായ മാറ്റം സിനിമയിലൂടെ വരണ്ടേ? ആളുകൾ സിനിമ കണ്ടിട്ട് ആളുകൾ ഉത്ബുദ്ധരാവണ്ടേ? അതുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച്, ഒരു ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരു പക്ഷേ എന്താണ്, ഈ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുരോഗമനപരമായ ഒരു സ്റ്റെപ്പായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടാവുന്ന ചരിത്രപരമായൊരു നടപടിയാവുമായിരുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ധൈര്യമൊന്നും ഈ സർക്കാരിനില്ല. ഈ പുരോഗമന വാചോടാപം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഡയലോഗ് അടിക്കുക എന്നതിനപ്പുറം, അത് നമ്മൾ ശബരിമല വിഷയത്തിലും കണ്ടതാണ്. ഡയലോഗ് അടിച്ച് എന്തെങ്കിലും നേടുക, നിലപാടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിലപാടുകളുടെ രാജകുമാരന്മാരാവുക എന്നതിനപ്പുറം ക്രിയേറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കാനുള്ള വിൽ പവർ, ധൈര്യം അതില്ല എന്നുള്ളതാണ്. അത്ര പ്രശ്നമൊന്നുമില്ലാത്ത വിഷയങ്ങളിൽ, അത്ര തിരിച്ചടി കിട്ടാത്ത, ഡാമേജ് ഉണ്ടാക്കാത്ത വിഷയങ്ങളിലൊക്കെ മികച്ച നിലപാട് പറയുക, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നല്ല നിലപാട് സ്വീകരിക്കുക, കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കുക, ഉറക്കെ പറയുക, ആർജവത്തോടെ പറയുക എന്നതിനപ്പുറം ദേഹത്ത് കൊള്ളുന്ന വിഷയങ്ങളിൽ മാറിപ്പോവുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ശരി, ദാവൂദ് സാഹിബ്, ഈ റിപ്പോർട്ടിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് അങ്ങേറ്റം നിരാശാജനകമാണ്. അല്ലാത്ത ഒരു പോസിറ്റീവ് സ്റ്റെപ്സ് സാധ്യമാണോ ഇപ്പോഴത്തെ ഒരു കേരളീയ സാമൂഹിക സിനിമാ പശ്ചാത്തലത്തിൽ? ഇതിൽ ഹേമ കമ്മിറ്റി ഫോം ചെയ്യാനിടയായ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് 2017 വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ആ നടിയെ ആക്രമിച്ച കേസുണ്ടാകുന്നത്. അതേ സമയത്ത് തന്നെയാണ് പിന്നെ ഈ മീ ടു ക്യാമ്പയിൻ അമേരിക്കയിൽ ആരംഭിച്ചിട്ടുള്ള മീ ടു വേവ് എന്ന് പറയുന്ന ആ സംഭവം നടക്കുന്നത്. മീ ടു വേവ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സിനിമാ മേഖലയിലാണ്. നമുക്കറിയാം, അത് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വലിയ തോതിലുള്ള ലൈംഗിക ചൂഷണത്തെക്കുറിച്ച്, ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നത്. അതേ സമയത്ത് തന്നെയാണ് WCCയും വളരെ ആക്റ്റീവായിട്ട് കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ WCC ആണ് ഈ പ്രശ്നത്തെ മുൻനിർത്തി മീ ടു ക്യാമ്പയിൻ, അതേപോലെ ഇത് നടിക്കെതിരായുള്ള ആക്രമണം, അതേ മുൻനിർത്തിയിട്ട് സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ, അവയെക്കുറിച്ചുള്ള വലിയ ശബ്ദം ഉന്നയിക്കുന്നു. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു 3 അംഗ കമ്മിറ്റി രൂപീകരിക്കണം. 2017 കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിരുന്നു. നമുക്കത് നോക്കാം, പഠിക്കാം, അവരുടെ ശുപാർശകൾ കേൾക്കാം. അത് വളരെ എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്തു. 2019 അവർ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയാണ്. 2019 കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് പിന്നെ നമ്മളൊന്നും കേൾക്കുന്നില്ല. പിന്നെ 2024 ഓഗസ്റ്റിലോ മറ്റുമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അത് തന്നെ സർക്കാർ സ്വമേധയാ പബ്ലിഷ് ചെയ്തതല്ല. WCC കോടതിയെ സമീപിക്കുന്നു, ഒരു വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുക്കുന്നു, അയാൾക്ക് കിട്ടുന്നില്ല, അയാൾ കോടതിയെ സമീപിക്കുന്നു. അങ്ങനെയാണ് അതിലെ കുറച്ച് ഭാഗങ്ങൾ 233 പേജോ മറ്റാണുള്ളത്, ഏതാനും പേജുകൾ സീൽ ചെയ്തുകൊണ്ട്, അതിൽ വ്യക്തിപരമായ രഹസ്യാത്മകമായ വിവരങ്ങളുള്ള കാര്യങ്ങളാണ്, ആ പ്രിവസി സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേജുകൾ ഒഴികെ ബാക്കിയെല്ലാം അത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ പലവട്ടം ചർച്ച ചെയ്തതാണ്. അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ഡിപ്പോസിറ്റ് ചെയ്ത ആളുകളുണ്ടല്ലോ, ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അവർ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആണ് ഈ റിപ്പോർട്ടിലുള്ളത്. നോക്കൂ, ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഡിപ്പോസിറ്റ് ചെയ്ത പറഞ്ഞ ആളുകൾ, ഈ ലൈംഗികാതിക്രമത്തിന് വിധേയരായിട്ടുള്ള ഇത്തരം മോശാനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളെല്ലാവരും കമ്മിറ്റിക്ക് മുമ്പാകെ വന്നോ? ഇല്ല. വന്നവർ അവരുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞോ? ഇല്ലല്ലോ. അത് പറയാൻ ധൈര്യം കാണിച്ച ആളുകൾ, അവരുടെ കഥകളാണ് റിപ്പോർട്ടിലുള്ളത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതിന് മുമ്പിൽ പറയാത്ത കഥകൾ വേറെയുണ്ട്. പക്ഷേ അത് അവർ വരുന്നു, ഒരുപാട് ഈ കമ്മിറ്റി തന്നെ അതിനെക്കുറിച്ച് പറയണ്ട. അവർ
ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, ആളുകളെ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിക്കുക, അവരിൽ നിന്ന് കാര്യങ്ങൾ അറിയുക, അത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നത്. എന്ത് തന്നെ അതിനെല്ലാം ശേഷം അവർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കമ്മിറ്റി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആ രേഖപ്പെടുത്തിയതിനെക്കുറിച്ചാണ് അജിംസ് പറഞ്ഞത്. അതിൽ കൊഗ്നിസീവ് ഓഫൻസ് ആയിട്ടുള്ള സംഗതികളുണ്ട്, സ്വമേധയാ കേസെടുക്കേണ്ട കാര്യങ്ങളുണ്ട്, പോക്സോ അട്രാക്ട് ചെയ്യുന്ന സംഗതികളുണ്ട്. പക്ഷേ അത്തരം ഒരു ഡോക്യുമെൻറ്റ് നോക്കുക, 2019 ഇങ്ങനൊരു ബൃഹത്തായ ഡോക്യുമെൻ്റ് വരുന്നു. ഇങ്ങനൊരു ബൃഹത്തായ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ നമ്മളുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ചിട്ട് മനസ്സിലാക്കണം. ആ ഡോക്യുമെൻ്റ് കയ്യിൽ വെച്ച് 3-4 വർഷം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോടതിയുടെ കർക്കശമായ താക്കീതിനെ തുടർന്ന് അത് പുറത്തു വിടുന്നു. അത് പുറത്തു വിട്ടതിന് ശേഷം എന്ത് നടപടിയെടുത്തു, അതാണ്. അപ്പോൾ അതിൽ 35 കേസുകൾ ഒരു ടാസ്ക് ഫോഴ്സ് SIT രൂപീകരിക്കും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീംസ് പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നു. അവർ 35 കേസുകളാണ് എടുത്തത്. ആ 35 കേസുകൾ 21 കേസുകൾ അവസാനിപ്പിക്കുന്നതായിട്ട് ഇവർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. 14 കേസുകൾ കൂടി, ബാക്കിയുള്ള 14 കേസുകൾ കൂടി ഉടൻ അവസാനിപ്പിക്കും. അതിൻ്റെ കാരണമായിട്ട് എന്താ പറയുന്നത്, ഇവർ മൊഴി നൽകാൻ കൂടുതൽ ഇതിനോട് സഹകരിക്കുന്നില്ല, കൂടുതൽ മൊഴി നൽകാൻ ഇവർ സന്നദ്ധരല്ല. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി അവസാനിപ്പിക്കില്ല, അത് വേറെ വഴിയില്ല, അവർക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ നോക്കൂ, പരാതി ഉന്നയിച്ച ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ തന്നെ പരാതി ഉന്നയിക്കുക മാത്രമല്ല, ചില ആളുകൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പരസ്യമായി ചില ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ മുൻനിർത്തിയും കേസുകളുണ്ടായിട്ടുണ്ട്. അവരൊന്നും ഇതുമായി മുന്നോട്ട് പോകാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ കേസുകൾ തുടരും, അതിനുശേഷം പുറത്തു വന്ന് അത് ഈ 35 പെടുന്നില്ല. ഓക്കെ. എനിവേ, ഇതെന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തത്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്. വെച്ചാൽ ഒരു പീഡനത്തിന് അല്ലെങ്കിൽ അതിക്രമത്തിന് വിധേയമായിട്ടുള്ള ഒരാൾ, അയാൾ ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു മൊഴി നൽകുന്നു, അതിൽ കേസുണ്ടാകുന്നു. പക്ഷെ അതുമായിട്ട് നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ല അവർ സന്നദ്ധരല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭയം നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതല്ലേ. നിയമങ്ങൾ എന്താണ്, എപ്പോഴും ലൈംഗികാതിക്രമത്തിന് വിധേയരായവരോടൊപ്പം നിൽക്കുന്നതാണ് നിയമങ്ങൾ. നിയമം അവരോടൊപ്പം നിൽക്കുന്നതാണ് നിയമം. ഒരു സർക്കാർ SIT തന്നെ ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുമുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ, പൊതുസമൂഹം എല്ലാവരും ഈ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. എന്നിട്ടും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ ചിലപ്പോൾ കേസ് ജയിച്ചേക്കാം, പക്ഷേ അവർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളല്ലേ, ഇതിൽ പണിയെടുക്കുന്ന ആളുകളല്ലേ, ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളല്ലേ. അത് സാധ്യമല്ല. കാരണം അവിടെ അതിൻ്റെ ഒരു എക്കോസിസ്റ്റം എന്താണ്, ഈ പീഡനത്തിന് ഇരയായ ആളുകളോടൊപ്പമല്ല നിൽക്കുന്നത്, പീഡകരോടൊപ്പമാണ്, വിക്ടിമിൻ്റെ കൂടെയല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധ്യമല്ല എന്നോ അവരുടെ ഭയമായിരിക്കില്ല അതിന്. കാരണം ഒരു നാട്ടിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കേരളത്തിൽ ക്രൈം റേറ്റ് കൂടുതലാണ് എന്ന് ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വരുമ്പോൾ അങ്ങനെ വരാം. കേരളത്തിലെ ക്രൈം റേറ്റുകളെ കുറിച്ചൊരു ഡിസ്കഷൻ നടക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഉയർത്തുന്ന വാദം എന്താണ്, കേരളത്തിൽ ക്രൈം റേറ്റ് കൂടാൻ കാരണം കേരളത്തിലെ ചെറിയ ക്രൈമുകൾ വരെ എന്താകുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആളുകൾക്ക് പോലീസ് ആക്സസ് ഉണ്ട്, നിയമ സംവിധാനങ്ങളുടെ ആക്സസ് ഉണ്ട്. അപ്പം അനീതിക്കിരയായ ആളുകളെല്ലാം നിയമ സംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു. ആ ഒരു കേരളത്തിൻ്റെ ഒരു എക്കോസിസ്റ്റമാണ് കേരളത്തിൽ ക്രൈം റേറ്റ്, സാങ്കേതികമായി ക്രൈം റേറ്റ് കൂടാൻ കാരണം. പക്ഷേ മറ്റു പല സ്ഥലങ്ങളും അങ്ങനെയല്ല. ആക്രമണത്തിന് വിധേയരായാൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോകാനോ കേസ് കൊടുക്കാനോ നിയമ നടപടികൾ മുന്നോട്ട് പോകാനോ പറ്റാത്ത സാമൂഹ്യ സാഹചര്യമാണ് എന്നാണ് നമ്മൾ സാധാരണ വാദിക്കാറുള്ളത്. ശരിയുമാണ്. പക്ഷെ സിനിമാ മേഖലയിൽ ഇതിപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാരണം ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു എക്കോസിസ്റ്റം അവിടെ നിലനിൽക്കുകയാണ് എന്നാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഇത് ഏതാ മേഖല? സമൂഹത്തിൽ ഏറ്റവും പുരോഗമനപരമായ ഇടപെടലുകൾ നടത്തുന്ന ഏറ്റവും പുരോഗമന ഇടം എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ, അതിൽ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ അതിനകത്ത് എന്താണ് നടക്കുന്നത്, എന്ത് കലയാണ്, ഏത് കലയെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് പുരോഗമനത്തെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ അത് ഉന്നയിക്കുന്നത്. ഇതൊരു തരം എന്താണ്, ഒരു രാവണൻ കോട്ടയായിട്ട് ആക്രമിക്കപ്പെടുന്നു, ആളുകൾ ഇരയാക്കപ്പെടുന്നു മാത്രമല്ല അതേക്കുറിച്ച് സംസാരിക്കുവാനോ
അതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനോ പറ്റാത്തൊരു സാഹചര്യമാണ് അതിനകത്ത് നിലനിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പർജൻ കുമാരൻ ടീം അവർക്ക് എന്താണ് സാങ്കേതികമായി കൈയൊഴിയാം, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒന്നും ഇവരാരും സഹകരിക്കുന്നില്ലെന്ന് പറയാം. പക്ഷെ ഇതിൽ ഗവൺമെൻറ് അത് ന്യായമായിട്ട് പറയാം. പക്ഷേ അതേസമയം ഇതിൽ ഇവർ ശുപാർശയായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ICC രൂപീകരിക്കണം എന്നൊരു ശുപാർശ, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്നൊരു ശുപാർശ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നാമത് എല്ലാ തൊഴിലിടങ്ങളിലും ICC ഉണ്ടാവണമെന്ന് നേരത്തെയുള്ള നിയമമാണ്. അത് പ്രത്യേകമായി പുതിയൊരു ശുപാർശയായിട്ട് വരേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ടും അതിലെന്ത് നടപടി സ്വീകരിച്ചു എന്ന പ്രശ്നം അവിടെ ഉണ്ട്. സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? സിനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നിയമം അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ, തൊഴിൽ മേഖലയിൽ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ സവിശേഷമായി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നിയമങ്ങൾ ഉണ്ടായിരിക്കെ പിന്നെയും പുതിയൊരു നിയമം എന്തിനാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഹേമ എന്നൊരു പുതിയ നിയമം പ്രപ്പോസ് ചെയ്യുന്നു. പുതിയൊരു നിയമം അവർ പ്രപ്പോസ് ചെയ്യാണ്. ഈ മേഖലയുടെ സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ നിയമം വേണമെന്ന് പറഞ്ഞിട്ട് ആ നിയമത്തിൻ്റെ കുറിച്ച് എന്തെങ്കിലും ചർച്ച നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ഡിസ്കഷനും നമ്മുടെ നിയമമന്ത്രിയോ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി, സിനിമാ മന്ത്രിയോ, മുഖ്യമന്ത്രിയോ, ഇടതുപക്ഷം തന്നെയോ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് തൊടാൻ പറ്റാത്ത ഒരു വിശുദ്ധ മേഖലയാണ്. എന്നുവെച്ചാൽ അത് വലിയ ഇൻഡസ്ട്രിയാണ്, സെലിബ്രിറ്റീസാണ്, അവരൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, അവരൊക്കെ ഭയങ്കരമായ താരപരിവേഷമുള്ളവരാണ്. അവരെ നമുക്ക് തൊടാൻ പറ്റില്ല, നമ്മുടെ നിയമ സംവിധാനങ്ങൾ തൊടാൻ പറ്റില്ല എന്നൊരു സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഇത് ഒന്നാമത് പുരോഗമനമായ ഇടം, ഇപ്പുറത്ത് പുരോഗമന സർക്കാർ, പുരോഗമന മൂല്യങ്ങൾ പറയുന്ന, സ്ത്രീ സൗഹൃദം എന്നൊക്കെ പറയുന്ന സർക്കാർ. ഇതൊക്കെ എന്തുമാത്രം കാപഢ്യമാണ്, കപടമായ വർത്തമാനമാണ്, കപടമായ അവകാശവാദങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലുണ്ടായിട്ടുള്ള തുടർ നടപടികൾ.